ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു 1 kg വെയിറ്റ് വരുന്ന കാരമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ ഇത് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം, മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ടയും വാനില എസൻസും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. മുട്ടയും പഞ്ചസാരയും വാനില എസൻസൊക്കെ ഇതാ ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മിക്സ് ചെയ്യാൻ ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ മുട്ട പതഞ്ഞ് പൊങ്ങിയതൊക്കെ താഴ്ന്നു പോവും. ആദ്യം ഇട്ട് കൊടുത്തത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ നമുക്കൊരു 30-35 മിനിറ്റൊക്കെ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് ഡിമോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3ആയിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലോട്ട് ഉണ്ടാക്കുന്നത് ഒരു കാരമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രളയിനാണ് നമ്മൾ ലെയറിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് റെസിപ്പിയിലൊക്കെ കാണിച്ചത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യും കൂടെ ഇട്ട് കൊടുക്കാം. ആ കാഷ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ മാറ്റിയിട്ടുള്ളത്. ഈ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് വരും. എന്നിട്ടിത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലും കൂടെ ഇതിൽ തടവിയത് കാരണം പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിട്ടുപോരും. കുറച്ച് സമയം ഞാൻ പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേർപെട്ട് പോന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നില്ല,
മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ പറ്റങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയ നമ്മൾ ഉള്ളിലേക്ക് കുത്തുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു കവറിൽ വെച്ചിട്ട് ഇത് ഒന്ന് കുത്തി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ഇതുപോലെ ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രളയനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ കേക്കിന് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് സെറ്റായതിന് ശേഷം വേണം നമുക്ക് അടുത്ത കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെറ്റായതിന് ശേഷം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്കിന് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാറ്റ നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി. ഇപ്പോൾ കേക്കിനെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള പ്രളയനും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കേക്കിൻ്റെ 4 സൈഡിലും കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ പ്രളയനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റോസറ്റ നോസിൽ വെച്ചിട്ട് കേക്കിനെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും 2-3 ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേര് ഞാൻ നമ്മുടെ മോൾഡിലാണ് കേട്ടോ, ആൽഫബറ്റിക് മോൾഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ പേരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്